നമ്മുടെ കർത്താവും ദൈവവുമായ യേശുവിൻ്റെ തിരുപ്പിറവിയുടെ ആശംസകൾ എല്ലാവർക്കും നേരുന്നു. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു, കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൻ്റെ ഏകജാതൻ്റേതുമായ മഹത്വം. ദൈവം സ്വയം ഇല്ലാതായി തീർന്നതിൻ്റെ ഒരു കടന്നു പോകലാണ് ക്രിസ്മസ്. കാരണം ദൈവം മനുഷ്യനായി തീർന്നു. ദൈവം അരുളി ചെയ്ത ഒരു വചനത്തിലൂടെ അവിടുന്ന് മാംസം ധരിച്ച് ഒരു കന്യകയിൽ നിന്നും ജാതനാകുകയാണ്. കാറ്റക്കിസം ഓഫ് ദി കാത്തലിക് ചർച്ചിൽ പറയുകയാണ്, ദൈവപ്രകൃതിയിൽ നമ്മെ ഭാഗഭാഗങ്ങളാക്കുവാൻ വേണ്ടിയാണ് വചനം മാംസം ധരിച്ചത്. ദൈവവചനം മനുഷ്യനായി, ദൈവപുത്രൻ മനുഷ്യപുത്രനായി. ദൈവവചനവുമായി ഐക്യപ്പെടുന്നതിലൂടെയും അങ്ങനെ ദൈവപുത്രസ്ഥാനം സ്വീകരിക്കുന്നതിലൂടെയും മനുഷ്യൻ ദൈവപുത്രനായി തീരുന്നതിന് വേണ്ടിയാണിത്. നമ്മൾ ദൈവങ്ങളായി തീരാനായി അവിടുന്ന് മനുഷ്യനായി തൻ്റെ ദൈവത്വത്തിൽ നമ്മളെ ഭാഗഭാഗങ്ങളാക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഏകപുത്രൻ നമ്മുടെ പ്രകൃതി സ്വീകരിച്ചു. മനുഷ്യരെ ദൈവങ്ങളാക്കി തീർക്കാൻ വേണ്ടിയാണ് അവിടുന്ന് മനുഷ്യനായത്. ദത്തുപുത്രസ്ഥാനം സ്വീകരിക്കുന്നതിലൂടെ നമ്മൾ ദൈവത്തിൻ്റെ മകനും മകളുമായി തീർന്ന് നമ്മളെ ദൈവങ്ങളാക്കി തീർക്കാൻ വേണ്ടി ദൈവം സ്വയം മനുഷ്യനായി തീർന്ന ഭാഗമാണ് ക്രിസ്മസ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 38 വരെയുള്ള തിരുവചനത്തിൽ ജോസഫുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്കാണ് ദൈവം മാലാഖയെ അയക്കുക. ഈ മാലാഖയും മറിയവുമായിട്ടുള്ള സംഭാഷണം നമ്മൾ കേൾക്കുന്നു. ആ സംഭാഷണത്തിൽ മറിയം ദൈവത്തിൻ്റെ ആ സ്വരം പൂർണ്ണ ഹൃദയത്തോടെ സ്വീകരിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 35-ാം തിരുവചനത്തിൽ ആ ത്രിത്വൈക ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ആ ത്രിത്വൈക ദൈവം കന്യകയായ മറിയത്തിൽ വന്ന് വാസമുറപ്പിക്കുന്നു. അവിടെ മാലാഖ മറിയത്തോട് പറയുകയാണ്, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അത്യുന്നതൻ്റെ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വന്ന് ആവസിക്കുകയാണ് മറിയത്തിൽ. പഴയ നിയമത്തിൽ സമാഗമ കൂടാരത്തിൽ ദൈവം വന്ന് വസിക്കുന്നുണ്ട്, ദൈവം വന്ന് കൂടാരമടിക്കുന്നുണ്ട്. പുതിയ നിയമത്തിൽ പ്രവചനങ്ങളുടെ എല്ലാം പൂർത്തീകരണമായ ആ കന്യകയിൽ നിന്നും ആണ് ദൈവം ജാതനാകുന്നത്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 7-ാം അധ്യായത്തിൽ 14-ാം തിരുവചനത്തിൽ യെശയ്യാ പ്രവചിക്കുന്നുണ്ട്, കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, ദൈവം നമ്മോടുകൂടി എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും. ദൈവം നമ്മോടുകൂടി എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ. കർത്താവ് അരുളി ചെയ്ത ഓരോ കാര്യങ്ങളും മറിയം പൂർണ്ണമായിട്ടും വിശ്വസിച്ചു. ഈ വിശ്വാസത്തിലൂടെ ആ ദൈവത്തിൻ്റെ വചനം പരിപൂർണമായിട്ടും മാംസമാകുകയാണ്. നമ്മളിലും എങ്ങനെയാണ് ഈശോയുടെ വചനം മാംസമാകുക? വചനമാണ് മാംസമാകുക. നമ്മുടെ ജീവിതത്തിലും നമ്മൾ പല കാര്യത്തിൽ എഗ്രിമെൻ്റ് ചെയ്യാറുണ്ട്, പലരോടും വാക്ക് പറയാറുണ്ട്. ഈ വാക്കിൻ്റെ വില എത്രമാത്രം നമ്മൾ പാലിക്കാറുണ്ട്? വാക്ക് നമ്മൾ ദൈവത്തോട് ചേർന്ന് വിശ്വസ്തയോടെ അനുസരിക്കുമ്പോൾ അവിടെ വചനം മാംസമായി മാറുകയാണ്. ഒരു കുടുംബ ജീവിതത്തിൽ, ഒരു സമർപ്പണ ജീവിതത്തിലും നമ്മൾ ദൈവവും വ്യക്തിയും ഒക്കെയായിട്ട് ദൈവത്തെ കൂട്ടുനിർത്തി ഉടമ്പടി ചെയ്യുകയാണ്, വാഗ്ദാനം ചെയ്യുകയാണ്. ഈ വാഗ്ദാനത്തിലും വചനമാണ് വരിക. ഈ വാഗ്ദാനം നമ്മൾ പൂർണ്ണ വിശ്വസ്തയോടെ നിറവേറ്റുമ്പോൾ അവിടെ ആ വചനം മാംസമാകുന്നുണ്ട്. പ്രത്യേകിച്ച് കുടുംബജീവിതത്തിൽ
ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വിവാഹമെന്ന വിശുദ്ധ കൂദാശയിലൂടെ അവർ പരസ്പരം വാക്കു കൊടുക്കുകയാണ്. ദൈവത്തിൻ്റെ സവിധത്തിൽ നിന്ന് വാക്കു കൊടുക്കുകയാണ്. ഈ വാക്ക് മാംസം ധരിക്കുന്നത് അവരുടെ ജീവിതത്തിലൂടെയാണ്. അവരുടെ പരസ്പരമുള്ള വിശ്വസ്തതയിലൂടെയും അവരുടെ പരസ്പരമുള്ള സമർപ്പണത്തിലൂടെയും വിശുദ്ധമായ ജീവിതത്തിലൂടെയും മക്കളെ കർത്താവിൻ്റെ മകനും മകളുമാക്കി വളർത്തുന്നതിലൂടെയും എല്ലാം അവരിൽ ആ വചനം മാംസമാകുകയാണ്. സമർപ്പണ ജീവിതം നയിക്കുമ്പോൾ ദൈവവുമായിട്ട് നമ്മൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ആ വാഗ്ദാനത്തെ നമ്മൾ വിശ്വസ്തയോടെ പൂർത്തീകരിക്കുമ്പോൾ ഓരോ വചനങ്ങളും നമ്മളിൽ മാംസം ധരിക്കുന്നുണ്ട്. ആദ്യത്തെ സക്രാരി വഹിച്ചുകൊണ്ട് പരിശുദ്ധ കന്യാമറിയമാണ് എലിസബത്തിൻ്റെ അടുത്തേക്ക് യാത്രയാകുന്നത്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ പരിശുദ്ധ കന്യാമറിയം എലിസബത്തിനെ സന്ദർശിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. മറിയം ദൈവത്തിൻ്റെ അമ്മയാണെന്ന് അറിഞ്ഞിട്ടും ശുശ്രൂഷിക്കുവാൻ വേണ്ടി യാത്രയാകുകയാണ്. ഈശോയും ഇത് തന്നെയാണ് ചെയ്തത്. ഈശോ നമ്മളെല്ലാം ശുശ്രൂഷിക്കുകയാണ്. അതാണ് ഈശോ പറഞ്ഞത്, നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ശുശ്രൂഷകനാകണം. നമുക്കും ഒന്നാമനാകാൻ ആഗ്രഹിക്കണം. ഈ ഒന്നാമനാകാനുള്ള ആഗ്രഹം അത് എളിമപ്പെടലാണ്. എല്ലായിടത്തും തോറ്റുകൊടുക്കാനും എളിമപ്പെടാനും നമ്മൾ തയ്യാറായാൽ ഈശോയുടെ രാജ്യത്തിൽ ഒന്നാമനാകുകയാണ്. അതാണ് ഈശോ പറയുക, നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ശുശ്രൂഷകനാകണം. ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിധേയമാണ്, ബലവാന്മാർ അത് പിടിച്ചടക്കുന്നു. എത്രമാത്രം താഴ്ന്നു കൊടുക്കുന്നു അതനുസരിച്ച് ദൈവരാജ്യം വളരുകയാണ്. ദൈവം ഉയരുകയാണ്, തിന്മയുടെ ശക്തി താഴ്ന്നു വരികയാണ്. അതാണ് മറിയം യേശുവിനെ കിട്ടിയ ഉടനെ ശുശ്രൂഷിക്കാനായി യാത്രയാകുകയാണ്. വളരെയേറെ യാത്ര ചെയ്താണ് മറിയം പോകുന്നത്. മറിയത്തെ കണ്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. അവർ രണ്ടുപേരും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞു യേശുവിനെ കണ്ടപ്പോൾ, മറിയത്തെ കണ്ടപ്പോൾ. കാരണം ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ പൂർത്തിയാക്കുവാൻ വേണ്ടി വന്നതാണ് മറിയം. എലിസബത്ത് മറിയത്തെ കണ്ടപ്പോഴേ ഒരു പ്രവാചകയായി മാറുകയാണ്. എന്നിട്ട് എലിസബത്ത് പാടുകയാണ്, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുവാനുള്ള ഈ ഭാഗ്യം എനിക്കെവിടെ നിന്ന്? എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുവാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് എന്ന് എലിസബത്ത് മറിയത്തെ കണ്ടപ്പോൾ ഉദ്ഘോഷിക്കുകയാണ്, പ്രവചിക്കുകയാണ്. അപ്പോഴാണ് മറിയം ആ പാട്ട് പാടുക, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. മറിയത്തിനൊന്നുമില്ല, കാരണം മറിയം പൂർണ്ണമായും കർത്താവിൻ്റെ ദാസിയായി തീർന്നു. ശിമയോൻ ഈശോയെ കയ്യിലെടുത്തു. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ശിമയോൻ യേശുവിനെ കയ്യിലെടുത്ത് പറയുകയാണ്, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. കാരണം അവരെല്ലാം ദൈവത്തെ കാത്തിരിക്കുകയായിരുന്നു. ഇന്ന് നമ്മൾ ക്രിസ്മസിലൂടെ കൊച്ചു കൊച്ചു പുണ്യപ്രവൃത്തികളൊക്കെ ചെയ്ത് നമ്മൾ ആ ഈശോയെ കാത്തിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ കയ്യിലെടുക്കാനുള്ള ഉണ്ണി യേശു നമ്മുടെ വിശുദ്ധ ഗ്രന്ഥമാണ്. നമ്മുടെ ഈ വിശുദ്ധ ഗ്രന്ഥത്തെ കയ്യിലെടുത്തുകൊണ്ട് നമുക്കും പറയാം, സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ് ഈ വിശുദ്ധ ഗ്രന്ഥം. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും വലിയ ഭാഗ്യമാണ് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ. ഈശോയുടെ തിരുശരീരങ്ങൾ നമ്മൾ സ്വീകരിക്കുമ്പോഴും ഓരോ ദിവസവും നമ്മൾ ആ പരിശുദ്ധ കുർബാന കൈകളിൽ സ്വീകരിക്കുമ്പോൾ, നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ നാവിൽ സ്വീകരിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയൊരു പ്രാർത്ഥനയാണ്, സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത എൻ്റെ ഹൃദയം കണ്ടു കഴിഞ്ഞു. നമ്മൾ ആ യേശുവിനെ സ്വീകരിച്ചു. ആ സദ്വാർത്തയുമായിട്ടാണ് നമ്മൾ ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും,
പ്രത്യേകിച്ച് നമ്മുടെ ജോലി സ്ഥലത്തും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമൂഹത്തിലേക്കും നമ്മൾ എത്തിപ്പെടുന്നത് ഈ സന്തോഷത്തിൻ്റെ സദ്വാർത്ത നമ്മൾ ഓരോ ദിവസവും സ്വീകരിച്ചുകൊണ്ടാണ്. അങ്ങനെ ഈ ക്രിസ്മസിൽ പരിശുദ്ധ മറിയത്തോടും വിശുദ്ധ യൗസേ പിതാവിനോടും ചേർന്ന് നമുക്കറിയാം, യൗസേ പിതാവ് അനേകം കഷ്ടതകൾ സഹിക്കുന്നുണ്ട് ദൈവപുത്രനായ യേശുവിനെ വളർത്തുവാനായിട്ട്. ജോസഫിനുണ്ടായിരുന്ന എല്ലാ സ്വപ്നങ്ങളും ജോസഫ് വേണ്ടെന്ന് വയ്ക്കുകയാണ്. യേശുവിന് വേണ്ടി, ദൈവപുത്രന് വേണ്ടി അനേകം പീഡകൾ ആ ഗർഭിണിയായ മറിയത്തെ കൊണ്ടുള്ള ജോസഫിൻ്റെ യാത്ര, ദൈവപുത്രൻ ജനിച്ചതിന് ശേഷം ദൈവപുത്രനെ തിന്മയുടെ ശക്തികളെല്ലാം കൂടി വിഴുങ്ങുവാൻ വന്നപ്പോഴും ജോസഫ് സംരക്ഷിക്കുകയാണ്. നമ്മുടെ എല്ലാ, പ്രത്യേകിച്ച് കന്യകമാരുടെ വലിയ മധ്യസ്ഥനാണ്. യേശുവിനെ കൊണ്ടു നടക്കുന്നവരുടെയൊക്കെ ഏറ്റവും വലിയ മധ്യസ്ഥനാണ് യൗസേ പിതാവ്. എല്ലാ ആപത്തുകളിൽ നിന്നും, ഈ ലോകത്തിൻ്റെ തിന്മയുടെ എല്ലാ ശക്തിയിൽ നിന്നും മറിയത്തെയും യേശുവിനെയും സംരക്ഷിച്ചതാണ്. ഈ ദൈവപുത്രനെയും കൊണ്ട് അവർ യാത്രയായപ്പോഴും പിതാവായ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ നിറവേറ്റുവാൻ വേണ്ടി അവർ വളരെ സന്തോഷപൂർവ്വം കർത്താവിനെയുമായി വഹിച്ചുകൊണ്ട് അവർ യാത്രയാവുകയാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിലും യേശുവിനെയും തിരുക്കുടുംബത്തെയും കൂട്ടുപിടിച്ചുകൊണ്ട് നമ്മൾ യാത്രയായാൽ അവിടെ ദൈവത്തിൻ്റെ ശക്തിയും പ്രകാശവും എപ്പോഴും നമ്മോട് കൂടെ ഉണ്ടായിരിക്കും. ഇവർ യാത്ര ചെയ്യുമ്പോഴെല്ലാം ദൈവത്തിൻ്റെ നക്ഷത്രം അവർക്ക് മുമ്പേ യാത്രയാകുകയാണ്, അവർക്ക് വെളിച്ചമായിട്ട് പോവുകയാണ്. അതുപോലെ നമ്മൾ ആട്ടിടയന്മാരെ കാണുന്നുണ്ട്, രാജാക്കന്മാരെ കാണുന്നുണ്ട്, അവർക്കെല്ലാം മുൻപേ ഈ നക്ഷത്രം പോകുന്നുണ്ട്. നമ്മുടെ കൂട്ടത്തിലും ദൈവമാകുന്ന ആ നക്ഷത്രം, യേശുവാകുന്ന ആ സൂര്യൻ, നിത്യ തേജസ്സാകുന്ന ആ സൂര്യൻ നമ്മോട് കൂടെ എപ്പോഴും ഉണ്ട്. ഓരോ ക്രിസ്മസിലൂടെയും നമ്മൾ കൂടുതലും ദൈവത്തിൻ്റെ അരൂപത്തെ സ്വീകരിക്കുവാൻ നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ മനസ്സിലും യേശുവിൻ്റെ സ്വന്തമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, മറിയം എലിസബത്തിനെ ശുശ്രൂഷിക്കാൻ പോയ ഒരു ഹൃദയം, ആ താഴ്മയുള്ള ഒരു ഹൃദയം നമുക്കെല്ലാവർക്കും തരണമേ എന്ന് ഈ ക്രിസ്മസ് ദിവസത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം, ആശംസിക്കാം. ശുശ്രൂഷിക്കപ്പെടാൻ ആഗ്രഹിക്കാതെ പരസ്പരം ശുശ്രൂഷിക്കാനുള്ള വലിയ മനോഭാവം നമുക്കും തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ക്രിസ്മസിൻ്റെ എല്ലാ മംഗളങ്ങളും നേർന്നുകൊണ്ട് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.